4 രാജ്യങ്ങളുടെ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കാൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു. 16 വർഷം മുൻപ് ആരംഭിച്ചതും പിന്നീട് നിർത്തിവെച്ചതുമായ സർവീസാണ് വീണ്ടും തുടങ്ങുന്നത്. ഇറാനിലൂടെയാണ് തീവണ്ടി ഓടുക. ചരക്കുകൾ വേഗം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീക്കം. മധ്യേഷ്യയിലും യൂറോപ്പിലേക്കും ചരക്കുകൾ എത്തിക്കുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. ഇന്ത്യ മുൻകൈയെടുത്ത് പശ്ചിമേഷ്യയിലൂടെ യൂറോപ്പിലേക്ക് ചരക്കുപാത ഒരുക്കുന്നുണ്ട്. സമാനമായ നീക്കം തന്നെയാണ് പാകിസ്ഥാൻ മറ്റൊരു ഭാഗത്തുകൂടെ നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ഒമാനും ജോർദാനും സന്ദർശിക്കാനിരിക്കുകയാണ്. ഈ വേളയിൽ സാമ്പത്തിക ഇടനാഴിയുടെ ചർച്ചയാണ് പ്രധാനം. അതിനിടെയാണ് പാകിസ്ഥാന്റെ ത്വരിത നീക്കം. പാകിസ്ഥാനിൽ നിന്നുള്ള ചരക്കുകൾ നിലവിൽ കപ്പൽ മാർഗമാണ് തുർക്കിയിലെത്തുന്നത്. ഇതിന് 45 ദിവസം വരെ വേണ്ടിവരുന്നു. എന്നാൽ ട്രെയിൻ വഴി ചരക്കുകൾ എത്തിക്കാൻ പകുതി ദിവസങ്ങൾ മതിയാകും. 8000 കിലോമീറ്ററാണ് ട്രെയിൻ സർവീസ് നടത്തുക. 20 മുതൽ 25 വരെ ദിവസങ്ങൾക്കകം തുർക്കിയിലെ ഇസ്താംബുളിൽ ചരക്കെത്തും. അതിനിടയിൽ 3 രാജ്യങ്ങൾ പിന്നിടുകയും ചെയ്യും. തുർക്കിയും പാകിസ്ഥാനുമാണ് ട്രെയിൻ സർവീസിന്റെ തന്ത്രങ്ങൾ മെനയുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള ചരക്കുകൾ മാത്രമല്ല, പശ്ചിമേഷ്യയിലേക്കുള്ള പുതിയ ചരക്ക് പാതയും തുർക്കി മറ്റൊരു ഭാഗത്തുകൂടി ലക്ഷ്യമിടുന്നുണ്ട്. ഇത് ട്രെയിൻ റോഡ് മാർഗമുള്ള പാതയാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള ചരക്ക് വണ്ടി സർവീസിന് 16 വർഷത്തെ ഇടവേള വരാൻ കാരണങ്ങൾ പലതാണ്. ട്രെയിൻ സർവീസ് വൈകാൻ കാരണം പാത കടന്നുപോകുന്ന വഴിയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ച കൃത്യമായി നടക്കാത്തതും സർവീസ് നേട്ടമാകുമോ എന്ന സംശയവും ട്രെയിൻ സർവീസ് വൈകാൻ കാരണമായിട്ടുണ്ട്. മാത്രമല്ല, ഭരണതലത്തിലുള്ള നടപടികൾ വൈകിയതും കാരണമാണ്. പാകിസ്ഥാനിലെ സുരക്ഷാ പ്രശ്നങ്ങളും വെല്ലുവിളിയായി. പ്രളയം കാരണം പലയിടത്തും സർവീസ് പ്രതിസന്ധിയിലാവുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ സംഘർഷവും പാതയ്ക്ക് വെല്ലുവിളിയായി. 2010 കാലഘട്ടത്തിലാണ് പാകിസ്ഥാൻ തുർക്കി ട്രെയിൻ യാത്രയുടെ പരീക്ഷണ ഓട്ടം നടന്നത്. 2021 മുതൽ കുറച്ചുകാലം സർവീസ് നടന്നു. പിന്നീട് പ്രത്യേകിച്ച് അറിയിപ്പില്ലാത്ത സർവീസ് നിർത്തിവെച്ചു. ഇപ്പോൾ ഇരു രാജ്യങ്ങളിലെയും വ്യാപാര റെയിൽവേ മന്ത്രിമാർ ചർച്ച നടത്തി ധാരണയായിട്ടുണ്ട്. ഡിസംബർ 31 മുതൽ സർവീസ് തുടങ്ങാനാണ് ധാരണ. ട്രെയിൻ കടന്നുപോകുന്ന ഈ വഴിയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ട്രെയിനാണ് ആദ്യം ഇറാനിലേക്ക് പോവുക. തഫ്താൻ അതിർത്തി കടന്ന് ഇറാനിലെ സാഹിദാനിലെത്തും. ഇവിടെ നിന്ന് ചരക്കുകൾ മറ്റൊരു ട്രെയിനിൽ കയറ്റും. 2 റെയിൽ പാളങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് ചരക്കുകൾ മാറ്റിക്കയറ്റാൻ കാരണം. തുടർന്ന് തുർക്കിമെനിസ്ഥാൻ, കസാഖിസ്ഥാൻ വഴിയാണ് തുർക്കിയിലേക്ക് കടക്കുക. 8000 കിലോമീറ്ററാണ് ഈ ചരക്കുപാത. പാകിസ്ഥാൻ, തുർക്കി, ഇറാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സാമ്പത്തിക സഹകരണ സംഘടന നിലവിലുണ്ട്. വ്യാപാരം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ചരക്കുകളുടെ കയറ്റുമതിയാണ് പാകിസ്ഥാൻ പ്രധാനമായും ഉന്നമിടുന്നത്. കടൽപാതയേക്കാൾ സുരക്ഷിതമാണ് ട്രെയിൻ സർവീസ്. വേഗം എത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചരക്ക് കയറ്റുമതിക്ക് കൂടുതൽ കമ്പനികൾ മുന്നോട്ട് വരുമെന്നാണ് പാകിസ്ഥാന്റെ പ്രതീക്ഷ. ഭാവിയിൽ ടൂറിസ്റ്റ് പാതയും പാകിസ്ഥാനും തുർക്കിയും ലക്ഷ്യമിടുന്നുണ്ട്.